സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയയെ തടയിടാൻ വേണ്ടി ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു, ആഞ്ഞടിക്കുകയാണ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അതിലിപ്പോൾ വ്യാപകമായ അറസ്റ്റ് നടക്കുന്നു. 24 മണിക്കൂറിനിടെ 296 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 1332 ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 4-5 ദിവസം കൊണ്ടാണ് ഇത്രയധികം പേരെ പിടികൂടിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 356 ഗ്രാം MDMA-യും 10 കിലോ കഞ്ചാവും പിടിച്ചെടുക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് അങ്ങനെ വ്യാപകമായ അറസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലും വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ കഞ്ചാവും ഒപ്പം MDMA-യും ഒക്കെ പിടികൂടുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പുട്ട വിമലാദിത്യ IPS ഓഫീസർ, അദ്ദേഹം നോഡൽ ഓഫീസറായിക്കൊണ്ടാണ് ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത്. എല്ലായിടങ്ങളിലും പരിശോധന ശക്തമാണ്. പ്രത്യേകിച്ച് സ്കൂൾ പരിസരങ്ങളിലൊക്കെ തന്നെയും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഹരിമോഹൻ, വിശദാംശങ്ങൾ എന്താണ്? ഓപ്പറേഷൻ തൂഫാനിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റുകളാണ് നടക്കുന്നത്. ഇത്രയധികം മയക്കുമരുന്ന് മാഫിയ നമുക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. 4-5 ദിവസം കൊണ്ടാണ് ഇത്രയധികം മയക്കുമരുന്ന് പിടികൂടുന്നത്. ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഏതാണ്ട് 1/2 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും വിനീത, ഇന്ന് 5ാമത്തെ ദിവസം മാത്രമാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയിട്ട്. 3-ാം തീയതി ആരംഭിച്ചതാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ 1000-ലധികം അറസ്റ്റായിരിക്കുന്നു, 1300-ലധികം അറസ്റ്റായിരിക്കുന്നു, 1000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 1/2 കോടിയിലധികം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ഏകദേശം 1 കോടിക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഈ മയക്കുമരുന്നിന്റെ, ഇതുവരെ പിടികൂടിയ മയക്കുമരുന്നിന്റെ വിപണി മൂല്യം എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ 60 ലക്ഷത്തിലധികം കടന്നിരുന്നു. അതിൽ എല്ലാ തരത്തിലുള്ള ഡ്രഗ്സും അല്ലെങ്കിൽ ലഹരി മരുന്നും പെടും എന്നുള്ളതാണ്. MDMA പെടും, കഞ്ചാവ് പെടും, മറ്റ് കെമിക്കൽ ലഹരികളൊക്കെ തന്നെ പെടും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കിക്കാണേണ്ടത് ഈ ദിവസങ്ങളിൽ, അതായത് ഇന്നലെയും ഇന്നുമൊക്കെയായി തന്നെ കൂടുതൽ പരീക്ഷണങ്ങൾ കൂടി പോലീസ് നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തിരക്കുള്ള സ്ഥലങ്ങൾ, ഒപ്പം തന്നെ റെസിഡൻഷ്യൽ മേഖലകളൊക്കെ തന്നെ ഡ്രോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം കൂടി ശക്തമാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂൾ പരിസരങ്ങളിൽ, ഇപ്പോൾ നാളെ മുതൽ വീണ്ടും അത് കാണാൻ സാധിക്കും. സ്കൂൾ പരിസരങ്ങളിൽ, സ്കൂളുള്ള സമയങ്ങളിലൊക്കെ തന്നെ മഫ്തിയിൽ പോലീസിന്റെ പെട്രോളിംഗ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പെട്രോളിംഗ് വഴിയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ലഹരിവേട്ട നടത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽക്ക് ഇന്ന് വൈകുന്നേരം വരെയുള്ള കണക്കുകൾ മാത്രം എടുത്തു കഴിഞ്ഞാലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ 296 അറസ്റ്റുകൾ വരുന്നത്. അതിൽ 270 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പിടിച്ചെടുത്തിട്ടുള്ളത് കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 350 ഗ്രാം MDMA, 10 കിലോഗ്രാം കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കളാണ് ഇതുവരെ പിടികൂടിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ ഓപ്പറേഷൻ തൂഫാന്റെ തുടക്കം മുതൽക്ക് തന്നെ എക്സൈസും പോലീസും സംയുക്തമായി തന്നെ പലയിടങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ തന്നെ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധന, പാറശാലയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ തൂഫാൻ കൃത്യമായി ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ ഇതിന്റെ ഒരു നിരീക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തൂഫാൻ ഇന്റലിജൻസ് അടക്കം രൂപീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണ അങ്ങനെ ഒരു സംവിധാനം, ഒരു പ്രത്യേക ഇന്റലിജൻസ് സംവിധാനം ഒന്നും സംസ്ഥാനത്ത് ഇല്ലാത്തതാണ്. പക്ഷേ ഇതിനുവേണ്ടി മാത്രം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ തൂഫാൻ ഇന്റലിജൻസ് എന്നൊരു സംവിധാനം കൂടി ഉണ്ടാക്കിയിട്ടാണ് പ്രവർത്തനം. അതായത് 16 അംഗങ്ങളുള്ള 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് പോലീസ് പലയിടങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ കൃത്യമായ നിരീക്ഷണം ഉറപ്പുവരുത്തുന്നുണ്ട്. മാത്രമല്ല ആഭ്യന്തരമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എല്ലാ ആഴ്ചയും കൃത്യമായി ഈ പിടിച്ചെടുത്ത കണക്കുകളും അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ തിരുത്തൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതും എല്ലാം തന്നോട് ബ്രീഫ് ചെയ്യണം എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. അതനുസരിച്ച് ആഭ്യന്തരമന്ത്രി ആ കാര്യങ്ങൾ വിലയിരുത്തുകയും തുടർന്ന് മാധ്യമങ്ങളെ വിളിച്ചൊരു വാർത്താ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് അന്താരാഷ്ട്ര സംഘത്തിൽപ്പെട്ട 2 പേരെ പിടികൂടിയത്. പത്തനംതിട്ട ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലാണ് ഒന്ന് സാമുൽ, ഒന്ന് എൽസീന എന്ന് പറയുന്ന 2 വിദേശ പൗരന്മാരെ പിടികൂടിയത്.